കാർഷിക നിലത്തിൽ അന്യം നിന്നുപോയ പരമ്പരാഗത രീതി പുനരാവിഷ്കരിച്ച് നടത്തിയ കാർഷിക വൃത്തി നാടിന്റെ ഉത്സവമായി മാറി. തിരൂരങ്ങാടി താഴച്ചിന ചെറുപ്പുറത്തായം വയലിലാണ് ജൈവ കാർഷിക നിലത്തിൽ കന്നുകാലികളെ ഉപയോഗിച്ച് നിലമുഴുത് ഊർച്ച നടത്തി ഭൂമി കൃഷിക്ക് യോഗ്യമാക്കി മാറ്റിയത്. തിരൂരങ്ങാടി താഴച്ചിന മനരിക്കൽ അബ്ദുൾ റഹ്മാൻ ഹാജി ഫാത്തിമ ഹജുമ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ നാട്ടിലെ ജൈവ കർഷകനും കോട്ടയ്ക്കൽ സീനത്ത് സിൽക്സ് ആൻഡ് സാരീസ് MD മനരിക്കൽ അബ്ദുറസാബ് സുഹൃത്തും PSMO കോളേജ് മുൻ പ്രൊഫസറുമായ ഹാറൂൺ റഷീദ് എന്നിവർ ചേർന്നാണ് വയലിൽ പ്രോഗ്രാം സംഘടിപ്പിച്ചത്. ജോഡി കാളകളെ ഉപയോഗിച്ചാണ് നിലമുഴുതത്. നാട്ടുകാർക്ക് പുറമെ പരിസര പ്രദേശത്തെ നൂറുകണക്കിന് ആളുകളും പരമ്പരാഗത കൃഷി നേരിട്ടറിയുന്നതിന് സ്കൂൾ വിദ്യാർത്ഥികളും എത്തിയിരുന്നു. വന്നവർക്ക് ഇതേ വയലിൽ മുൻപ് കൊയ്തെടുത്ത അരി ഉപയോഗിച്ച് കഞ്ഞിയും ചമ്മന്തിയും ഉണക്കമീനും പച്ചക്കറി കൂട്ടാനും ഒരുക്കിയിരുന്നു. ഓരോ വർഷവും ഈ വയലിൽ ജൈവ പുഞ്ചകൃഷിയിൽ 5 ടണ്ണിലേറെ നെല്ല് സംഭരിക്കുന്നുണ്ട്. വീട്ടാവശ്യങ്ങൾക്കും മറ്റും എടുത്ത് ബാക്കി മാർക്കറ്റിൽ വിൽപ്പന നടത്താറാണ് പതിവ്. ചാണകം, പച്ചിലത്തോല് എന്നിവ വളമായി നൽകും. ഗോമൂത്രം, ചാണകം, ചെറുപയർത്തോട്, വെള്ള ശർക്കര, മത്സ്യവളം എന്നിവ ഉപയോഗിച്ചുണ്ടാക്കിയെടുക്കുന്ന മിശ്രിതം കീടങ്ങളുടെ ആക്രമണത്തെ തടയാനും ഉപയോഗിക്കുന്നു. മിശ്രിതം വെള്ളത്തിലൂടെ ഒഴുക്കിവിട്ടാണ് കാർഷിക നിലങ്ങളിൽ എത്തിക്കുന്നത്. തിരൂരങ്ങാടി താലൂക്ക് തഹസിൽദാർ PO സാദിഖ്, കൃഷി ഓഫീസർ അരുണി, ഡിവിഷൻ കൗൺസിലർ EPS ബാവ, CH മഹമ്മൂദ് ഹാജി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.